അമ്മയും സഹോദരനും അതെടുത്ത് മറ്റൊരു തലവിച്ചോ കുട്ടി കേട്ടോ മലയാളം കിട്ടോ അപ്പോഴാണ് ഇപ്പൊ 10 ദിവസം കാണാത്തവരാണ് 2, 10, 3, 14 പരസ്പര വരം കൊടുക്കണം. മറ്റൊരു വരണം കുട്ടി കൈകാര്യം ചെയ്യുന്നവരാണ് കേട്ടോ. വേണ്ടാത്ത ഭാഷ കൂട്ടു മാസം ചെയ്തു അതൊന്നും എല്ലാം മഹാണുണ്ടോ നല്ല പ്രാർത്ഥനയാണുണ്ടോ. അതെ വചനമാണ് വചനത്തിൽ ജീവിക്കണം. അത് വായിച്ചത് അങ്ങയുടെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങി കളഞ്ഞു. ഈ തീഷ്ണത നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ തീഷ്ണത വരണം. ഒരു 9:2 ഈ തീഷ്ണത വരണം നിങ്ങൾ പറഞ്ഞുള്ളത്. എനിക്ക് തീഷ്ണത ഇല്ലായിരുന്നല്ലോ. ഈ എഴുത്തുകാരൻ നാളെ വരുന്നുണ്ടോ അത് കഥ പറയുമ്പോൾ ഞാൻ പിന്നെ എനിക്ക് ആ 9:2 വായിക്കുന്ന നിങ്ങളുടെ തീക്ഷ്ണത നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട്. ആ നിരവധി ആളുകൾ ഉത്തേജനം നൽകിയിട്ടുണ്ട്. നിങ്ങൾ തൊഴിൽ വരാൻ ചില പേര് മതി ലോകത്ത് അതിന്റെ മറ്റെല്ലാം പോകും. നിങ്ങൾ തൊഴിലാണെങ്കിലോ പോകണം. നിങ്ങൾ പണങ്ങളുടെ വീഴുമോ പ്രഭാവങ്ങളുടെ വീഴുമോ സൗന്ദര്യങ്ങളുടെ പോകും ഇല്ല. ജീസസാണ് സകലതുമായിട്ട് പറയണം. ജീസസ് പറഞ്ഞാലോ പറയാൻ സാധിച്ചോ. പിന്നെ പുറകെ ഓടുന്നു പറയുന്നത് നിങ്ങൾക്ക് സമാധാനം 1 സെക്കൻഡ് പോലും ജീവിക്കാൻ സാധിക്കും. ആത്മാവാണ് വിശ്വസിന്റെ ആത്മാവ് നമ്മുടെ കൂടെ. അത് മറ്റു വിപരീതമല്ല. അവൻ കയറിയോ അവൻ കയറി അടയാളം പറയാം. അവൻ അറിയാം ലൂക്ക 11:17 വായിക്കുന്നത് അവന്റെ ഒരു അടയാളമാണ്. യോഹന്നാൻ 10:10 അപ്പത്തെ 13 ഇവൻ കയറിയതെന്ന അന്തചിത്രവും കാണാം. ഇവനെ കണ്ണിലാണ് കുട്ടിക്ക് ചുറ്റമുണ്ടോ ഓരോ ചിത്രാന്ത് നിങ്ങൾ വിശുദ്ധിയിൽ വരണം. പൂർണ്ണ വിശുദ്ധിയിൽ വരുമ്പോഴാണ് എടുത്ത ദൈവം ഏർപ്പെടുത്തുന്നത്. ഞാൻ മറ്റേ 19 പരിചയ ഈ വിശുദ്ധി ഇല്ലാത്തവരാണ് വിശുദ്ധരായ വിശ്വാസം. ഞാൻ ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാം ബുദ്ധിയിലാണ് ഈശ്വരൻ കാണുന്നത് കേട്ടോ. എല്ലാവരും ബുദ്ധിയിലോട്ടായി ഈശ്വരൻ പുറത്താൻ വേണ്ട അവസരം കർത്താവ് ഈശ്വരൻ അടുത്ത് വേണം. അതാണ് മിസ്റ്റർ പൗലോസ് പറഞ്ഞത്. റോമ 2:28-29 കർത്താവാണ്. എവിടെയാണ് പരിശോധന വേണ്ടത്? ഹൃദയത്തിലാണ് പരിശോധന, ആന്തരികമായ പരിശോധന. എന്തെന്നാൽ ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ. യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യമോ ശാരീരികവുമല്ല, ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്. നമ്മുടെ ഹൃദയമാണ് മ്ലേച്ഛമായ ഹൃദയമാണ്. അതെല്ലാം ഇഷ്ടപ്പെട്ടത് അത് ശുദ്ധീകരിക്കണമെങ്കിൽ ഈ ഭക്ഷണം വേണ്ടി സാധിക്കുന്നുണ്ട്. അതാണ് ഈ ഭക്ഷണം കുറ്റമാണെന്നൊക്കെ പറഞ്ഞത്. പെട്ടെന്ന് കിട്ടണമല്ലോ. ആദ്യം പന്ത്രണ്ടില് 20 ആളാണ്. ഒരുപാട് 1:12 ആളാണ്. ഒരുപാട് 1:14 ആളാണ്. ഗർഭിണി 23, 29 കുറ്റമാണ്. വ്യക്തി പാറയെ പൊട്ടിക്കുന്നു. ഈ ഭക്ഷണം കേട്ടിട്ട് വരുമ്പോഴാണ് നമ്മൾ ഭജനയെക്കുറിച്ച് ശാസ്ത്രങ്ങളുണ്ട് ഓടിക്കുന്നത്. വെറുതെ ഭജന പറയാനെങ്കിൽ നമ്മൾ കഴിയില്ല. ഒന്നും വേണ്ട. ഒരു ബൈബിളിൽ മനസ്സിലാക്കാൻ ഒറ്റ കഴിവുകളായ
നിങ്ങൾ പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇന്ന് മുതൽ മാർക്കോസ് 1:5 തുടർച്ചയായി വിശ്വസിച്ചു 6 മാസം കഴിഞ്ഞാൽ അധികം വീട്ടിൽ വരുവാ ഉദ്ദേശമാണ് വലിയ ഈ വചനത്തിന്റെ ചില സമയത്ത് ആദ്യം സന്തോഷമായി ഈ വചനത്തിന് ശക്തി കാണുന്നത് ഭയങ്കരമായിട്ട് ഈ വചനം മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വചനം അവിടെ മുഴുവൻ ഇതാവും വചനത്തിന് ശക്തിയാവും മനസ്സമായൊരു ചെറുതാവുന്ന ഒന്നും സ്വന്തം പറഞ്ഞതില്ല ആത്മാവിലാണെങ്കിൽ ഈ വചനം വായിക്കുമ്പോൾ ആത്മാക്കളും രക്ഷപ്പെടാതിരിക്കും ഒന്നും പത്രം വരയ്ക്കും പത്രങ്ങളും ഈശ്വരയുടെ അനേക ആത്മാക്കളും വെള്ളത്തിൽ കിടക്കുന്ന രക്ഷപ്പെടാതിരിക്കും ശരീരത്തോടെയാണോ അതിന് പ്രശ്നങ്ങളല്ല കേട്ടോ ഒരാൾ വരികയാണ് അയാളുടെ ആത്മാവാണ് ശരീരം പറയുന്ന ആത്മാവ് രക്ഷപ്പെടാതിരിക്കും നമ്മൾ വചനത്തിൽ അത് മാനവന്മാരോട് തന്നെ കണ്ട് കാര്യം യോഗനാൻ 5 26 നമ്മൾ വായിച്ച അപ്പൊ വചനത്തിന്റെ ശക്തി ഞാൻ തന്നെ അറിഞ്ഞതുകൊണ്ടാൽ ഒരു കാലത്ത് കൊച്ചിക്കുന്ന ഒരു ഉദ്യമാണെന്ന് പറഞ്ഞു എന്റെ വീട്ടിൽ ഭയങ്കര അടിയന്തരമാണ് ഈ മക്കൾ മരുമക്കൾ വേനൽക്കാലോ വെച്ചിക്കാരോ എല്ലാം കൂട്ടി പ്രാർത്ഥി അവർ രാത്രി 2:30 മണി 3 മണിയോളം കിടക്കുമ്പോൾ എല്ലാത്തിനും വെച്ചു കൊടുക്കുന്ന സമയം അതിനിടയ്ക്ക് കൂടി ഈ മുസ്ലിംകാരുടെ വോട്ടക്കാരത്തിനും കൂടി ഞങ്ങളുടെ കമ്മിറ്റിയുടെ രക്ഷം വരുന്ന രക്ഷം മതി ഇത് വായിക്കാൻ പറഞ്ഞു 6 മാസം കിടക്കാനാണെന്ന് പറഞ്ഞു വീട് കാര്യമായിട്ടോ മരുമാനെ കണ്ടില്ല അത് വരാതിരിക്കും എല്ലാം പോയി ഭയങ്കര സന്തോഷം ചില മകനെ ഗുണമോ ചില പറയും പുറത്ത് വരണോ ഭക്ഷണം ഉണ്ടാക്കണോ വേണ്ട എല്ലാം ഭാര്യ ഭർത്താവും മക്കളുമായി സന്തോഷിക്കുകയാണ് കുടുംബമായി ആഗ്രഹിക്കുന്ന കുടുംബമാണ് ഹലോ ഈ വചനം വരുമ്പോഴാണ് ഒന്ന് സ്മോള് ഒന്ന് പേരുകൾ വേണം അത് ഇപ്പോൾ വായിച്ചത് യോഹന്നാൻ 5 വായിച്ചത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും.